സ്വാഗതം. ഇറ്റ്സ് മീ ശരണ്യ ആർഷി. ഓക്കെ, നമ്മളിപ്പോൾ ലവ് ലേക്കിലാണ് വന്നിരിക്കുന്നത്. ദുബായിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ലവ് ലേക്ക്. നല്ല എന്താ പറയുക, ലേക്കൊക്കെ ആയിട്ട് സൂപ്പറാണ്. നമ്മളപ്പോൾ നമുക്ക് ലവ് ലേക്കിലെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഹായ്, നമ്മളിതാ ലവ് ലേക്കിലെത്തി. ഇതാണ് ഇവിടുത്തെ വ്യൂ, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസ് ആണിത്. എൻട്രൻസിൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി നമ്മൾ ചെയ്താൽ മതി. എന്താ പറയുക, കറക്റ്റായിട്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. തണുപ്പ് തുടങ്ങുന്നേ ഉള്ളൂ, സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോൾ ചൂടേ അറിഞ്ഞില്ല, നല്ല തണുപ്പാണ്. നല്ല കുറേ കളർ മീനൊക്കെ ഉണ്ട്. ഇതിന് കൊടുക്കാൻ വേണ്ടി ഫുഡ് പ്രത്യേകം ഒരു ചെറിയ ചെറിയ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു ഫീലാണ് ഇവിടെ. നല്ല തണുപ്പാണ്, സൂപ്പറാണ്. എല്ലാവരും വ്യൂവിൽ വരാത്ത എല്ലാവരുമായിട്ട് ഇവിടെ വരണം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. മുന്നേ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആരെങ്കിലും വരാതെ ഇതുവരെ ഇവിടെ വരാത്തവരാണെങ്കിൽ ഇവിടെ എന്തായാലും വന്നിരിക്കണം. ഇത്ര നല്ല പ്ലേസ് ആയിട്ട് ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല, സൂപ്പറാണ്. നല്ല കാം പ്ലേസ് ആണ്. ആർക്ക് ഇവിടെ വരാം, സൂപ്പറാണ് കേട്ടോ.
ഇത് നിങ്ങൾക്ക് ആരുഷിനെ കണ്ടാൽ തന്നെ അറിയാം അവൾ എത്ര രീതിയിൽ അത് എൻജോയ് ചെയ്യുന്നുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നന്നായി ഇഷ്ടമായിട്ട് ഈ സ്ഥലം. അവൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ആർമാദിക്കലായിരുന്നു. ഫുള്ള് വെള്ളത്തിലും ഒക്കെ ആർമാദിക്കലായിരുന്നു. വെള്ളം പേടിയില്ല ആളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ വെള്ളത്തിലൊക്കെ പിന്നെ ഇറങ്ങിയിട്ട് ഭയങ്കര കളിയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അവർക്ക് ഇവിടെ. പെട്ടുപോയിട്ടുണ്ടായിരുന്നു. വെള്ളം കിട്ടാനുണ്ടായില്ല. എന്ന് വെച്ചാൽ ഫുൾ തുറസായ ഏരിയ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ടയേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം എന്തായാലും കരുതുക കേട്ടോ. അത് മെയിൻ ഒരു കാര്യമാണ്. വരുന്നവരൊക്കെ വെള്ളം കരുതിയാൽ നല്ലതായിരിക്കും.
വേറെ ഇപ്പൊ കൊറോണ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഫാമിലി ആയിട്ട് വരാൻ പറ്റും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് വലിയൊരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും അകലം പാലിച്ചിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ മക്കളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആട്ടോ ഇത്. അപ്പോൾ ഈ കൊറോണ സിറ്റുവേഷനിൽ പുറത്തൊന്നും പോകാതെ വരുന്നുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാട്ടോ നമ്മൾ ലവ് ലേക്ക്. ഫുള്ള് എത്ര ഇവിടെ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ നമുക്ക് വലിയ റഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, റഷ് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അപ്പോ എന്താ പറയാ, കുറെ നാളായിട്ട് പുറത്തൊന്നും പോകാത്തവർക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലവ് ലേക്ക്. എനിക്കിവിടെ ഒരു ക്യൂട്ടായിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടൊരു സംഭവമായിട്ട് ഇത്. ഇത് നമ്മളെ പൈപ്പ് കണ്ട മരത്തിന്റെ മുകളിൽ വരെ എത്ര ഇന്നോവേറ്റീവ് ആയിട്ട് ആ പൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൂപ്പർ ആണ് കേട്ടോ. ഇത് നമ്മുടെ കുടിവെള്ളമാണ്, പക്ഷേ ഇപ്പൊ കൊറോണ ഉണ്ടെന്ന് അറിയില്ലേ, ഇപ്പൊ വെള്ളം വരുന്നില്ല. കഴിഞ്ഞ തവണ വന്നപ്പോ നമ്മൾ വെള്ളം വരുന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. നമുക്കിത് കുടിക്കാൻ പറ്റിയ വെള്ളമായിരുന്നു. അപ്പൊ ഇതിന്റെ ആയിരുന്നെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ടൈമിലട്ടാ. എന്തൊരു ഇന്നോവേറ്റീവ് ആയിട്ട് അവർ ചെയ്തിട്ടുള്ളതെന്നല്ലേ, ഈ മരത്തിന്റെ മുകളിൽ ഒരു പൈപ്പ്. നമുക്ക് സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാവും പൈപ്പാണെന്നുള്ളത്. നോക്കി നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് ആ മരത്തിലൊക്കെ കണ്ട അവര് ലവ് ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ട് തൂക്കി വെച്ചിട്ടുണ്ടാ. അത് നമ്മൾ പെട്ടെന്ന് എന്താ പറയാ, എത്ര ക്രിയേറ്റീവ് ആയിട്ട് ഓരോ സ്പോട്ടും നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും അവരെത്ര ഭംഗിയായിട്ട് അത് ഇത് ചെയ്തിട്ടുള്ളതാണ് ഉള്ളതാണ്. ഫുൾ ഇവിടെ എന്താ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മരത്തിന്റെയും കല്ലിന്റെയും ആട്ടോ ഫുൾ ഉള്ളത്. ഇതാട്ടോ ഇവിടെ ഞാൻ പറഞ്ഞ ഫിഷിന് ഇവിടെ ഫുഡ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ലേ, ഇതാണ്. ഇങ്ങനെ കുറേ സ്ഥലത്ത് അവര് ഓരോരോ പോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ഫിഷിന് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് അവര് പിന്നെ എന്താ വെച്ചിട്ടുണ്ട് ഓരോരോ സ്ഥലത്ത്. നമുക്ക് ഇത് എടുത്തിട്ട് മീനിന് ഫുഡ് കൊടുക്കാൻ പറ്റും. അതിൽ നമ്മളെ അരിയുണ്ട്, പിന്നെ വേറെ എന്താ ചോളുണ്ട്, ഗോതമ്പ്, അങ്ങനത്തെ കുറേ എനിക്കറിയാതെ കുറേ ധാന്യങ്ങളുണ്ട് കേട്ടോ. കുറേ ഇടവിട്ട് കുറേ സ്ഥലത്ത് അവരങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഈ ഫിഷിനൊക്കെ കൊടുക്കാൻ പറ്റും. ഇതാട്ടോ നമ്മൾ ആ മീനിന് കൊടുക്കുന്ന ഫുഡിന്റെ ക്ലോസ് അപ്പ് വ്യൂ. ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ചോളം, നെല്ല്, ഗോതമ്പ്, വേറെ എന്തൊക്കെ ഒരു റെഡ് കളറിലൊക്കെ ഉണ്ടല്ലേ, അതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. വേറെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇതുപോലെ കുറേ വെള്ളം വീഴുന്ന ടൈപ്പ് കുറേ സംഭവങ്ങൾ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. ഇതുപോലെ കുറേ സ്ഥലത്ത് ഇങ്ങനെ തന്നെ കുറച്ച് ചെറിയ ചെറിയ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അവര്. അത് ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ലവ് ലേക്ക് വ്ളോഗ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിന്ന് വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ. അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.